ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കഞ്ഞിയാണ്. ഇത് ഗുഡ് ഫ്രൈഡേക്ക് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരുതരം റെസിപ്പിയാണ്. ഇത് ഉച്ച സമയത്തും ഡിന്നറിൻ്റെ സമയത്തും ഞങ്ങളൊക്കെ കഴിക്കുന്നത് ചെറുപയർ കഞ്ഞിയാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ അവിടെ എടുത്തേക്കുന്നത് ചെറുപയർ ഞാൻ 2-3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വച്ചിരുന്നായിരുന്നു. അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ആക്കി. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് ചെമ്പരിയാണ്. നിങ്ങൾക്ക് ചെമ്പരിക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏതരിയാണെങ്കിലും ഉപയോഗിച്ചേക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ചെമ്പരിയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു 6-7 പ്രാവശ്യമെങ്കിലും മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും ഇതിനെ നല്ലോണം കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പയറിൻ്റെ കൂടെ ഇതിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടും നന്നായിട്ട് കഴുകിയിട്ടാണ് കുക്കറിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മൂന്നും ഒരുമിച്ചാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് എത്ര വെള്ളം ആവശ്യമാണ് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൽ ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 7 വിസിലാണ്. ഓക്കെ, അത് വന്നതിന് ശേഷം 7 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇവിടെ ഞങ്ങളുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉച്ചയ്ക്കും ഈവനിങ് ടൈമും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഗുഡ് ഫ്രൈഡേക്ക് നമുക്ക് ആഡംബരമായിട്ട് ഒരു മീലും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് നമ്മൾ കഞ്ഞി മാത്രമാണ് നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ കുടിക്കുന്നത്.